യെസ്, ലയണൽ മെസ്സി ഇന്ത്യയിലാണ്. ഇന്ന് പുലർച്ചെ 1:30 മെസ്സി ഇന്ത്യയിൽ ഇറങ്ങും. നാളെ മുതലാണ് അദ്ദേഹത്തിന്റെ ഇന്ത്യ സന്ദർശനത്തിന്റെ പരിപാടികൾക്ക് തുടക്കമാകുന്നത്. ഗോഡ് ടൂറിന്റെ ഭാഗമായാണ് മെസ്സി ഇന്ത്യയിലെത്തുന്നത്. ഇന്ത്യയിലെ 4 നഗരങ്ങളിലായി വിവിധ പരിപാടികളിലാണ് മെസ്സി പങ്കെടുക്കുന്നത്. പുലർച്ചെ 1:30 ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി കൊൽക്കത്തയിൽ പറന്നിറങ്ങുന്നതോടെ ഇന്ത്യയിലെ ഫുട്ബോൾ ആരാധകർക്ക് ആഘോഷമാണ്. ഫുട്ബോൾ ഇതിഹാസത്തിന് ഒരു നോക്ക് കാണാനുള്ള തയ്യാറെടുപ്പിലാണ് ആരാധകർ. കൊൽക്കത്ത, മുംബൈ, ന്യൂഡൽഹി, ഹൈദരാബാദ് നഗരങ്ങളിലായാണ് ഇതിഹാസ താരത്തിന്റെ പരിപാടികൾ തീരുമാനിച്ചിരിക്കുന്നത്. നാളെ പുലർച്ചെ 1:30 എത്തുന്ന താരത്തിന്റെ ഔദ്യോഗിക പരിപാടികൾ രാവിലെ 9:30 മുതലാണ് ആരംഭിക്കുന്നത്. ശ്രീഭൂമിയിലെ ക്ലോക്ക് ടവറിന് സമീപം സ്ഥാപിച്ചിട്ടുള്ള തന്റെ 70 അടി ഉയരമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമ മെസ്സി അനാച്ഛാദനം ചെയ്യും. പിന്നാലെ സെലിബ്രിറ്റി സൗഹൃദ മത്സരം ഉൾപ്പെടെയുള്ള പരിപാടികൾക്ക് ശേഷം സിനിമാ കായിക മേഖലകളിലെ പ്രമുഖർ മെസ്സിക്കൊപ്പം വിവിധ പരിപാടികൾ സംബന്ധിക്കും. ഉച്ചയ്ക്ക് 2 മണിക്ക് മെസ്സി ഹൈദരാബാദിലേക്ക് തിരിക്കും. ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ നടക്കുന്ന 7 vs 7 ഫുട്ബോൾ മത്സരത്തിൽ മെസ്സി പന്ത് തട്ടും. ഡിസംബർ 14 മുംബൈയിലെ മെസ്സിയുടെ പരിപാടികൾ. സെലിബ്രിറ്റി ഫുട്ബോൾ പോരാട്ടത്തിലും വാങ്കഡെ സ്റ്റേഡിയത്തിൽ അരങ്ങേറുന്ന ചാരിറ്റി ഫാഷൻ ഷോയിലും മെസ്സി പങ്കെടുക്കും. ഡിസംബർ 15 ഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മിനർവ അക്കാദമിയിലെ താരങ്ങളെ കണ്ട് മെസ്സി തിരികെ പറക്കും. മെസ്സിക്കൊപ്പം ഉറുഗ്വായ് ഇതിഹാസ താരം ലൂയിസ് സുവാറസ്, അർജന്റീന ടീമിലെ സഹതാരം റോഡ്രിഗോ ഡി പോൾ എന്നിവരും ഇന്ത്യയിലെത്തുന്നുണ്ട്. ഇത് 2ാം തവണയാണ് മെസ്സി ഇന്ത്യയിലെത്തുന്നത്. നേരത്തെ 2011 താരം ആദ്യമായി ഇന്ത്യൻ മണ്ണിലെത്തിയത്. സ്പോർട്സ് ഡെസ്ക്, മീഡിയ 1. യെസ്, അപ്പോൾ മെസ്സി വരും. നാളെ തൊട്ട് മെസ്സി ഉണ്ടാകും. ഒരുപാട് പരിപാടികളുണ്ട്. പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പിൻ്റെ തിരക്കാണ്. നമുക്ക് നാളെ വോട്ടെണ്ണലാണ്. പക്ഷെ നാളെ ഒരു ദിവസം മാത്രം നമുക്ക് അങ്ങ് മാറ്റിവെക്കാം. നാളെ വൈകിട്ടോടുകൂടി പിന്നെ മെസ്സിക്ക് പിന്നാലെ നമുക്ക് പോകാം. ഇനി ക്രിക്കറ്റിലേക്കാണ്. നമ്മൾ 2ാം T20 മത്സരം നമ്മൾ ഇന്നലെ കണ്ടു. ഇന്ത്യക്ക് നിരാശയായിരുന്നു. 51 റൺസിന് ഇന്ത്യയെ ദക്ഷിണാഫ്രിക്ക പരാജയപ്പെടുത്തി. 214 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 162 റൺസിന് ഓൾ ഔട്ടായി. 34 പന്തിൽ 62 റൺസുമായി തിലക് വർമ്മ പൊരുതി നോക്കിയെങ്കിലും ഒരു മികച്ച കൂട്ടുകെട്ട് അദ്ദേഹത്തിന് തീർക്കാനായില്ല. ശുഭ്മൻ ഗിൽ ഗോൾഡൻ ഡക്കായി പുറത്തായി. സൂര്യകുമാർ യാദവിനും ശുഭം ദുബേക്കും 2 അക്കം കടക്കാനായില്ല. ജിതേഷ് ശർമ്മ 17 പന്തിൽ 27 റൺസ് എടുത്ത് പുറത്തായി. ദക്ഷിണാഫ്രിക്കയ്ക്കായി ഓട്ട്നിയർ ബട്ട്മാൻ 4 വിക്കറ്റ് വീഴ്ത്തി. നേരത്തെ ആദ്യം ബാറ്റ് ചെയ്ത ദക്ഷിണാഫ്രിക്കയ്ക്കായി 90 റൺസ് എടുത്ത കിൻഡൻ ഡീകോക്ക് മികച്ച പ്രകടനം പുറത്തെടുത്തു. അവസാന 4 ഓവറിൽ 57 റൺസാണ് ദക്ഷിണാഫ്രിക്ക നേടിയത്. ഡൊണാവൻ ഫെറേര 16 പന്തിൽ 30 റൺസുമായി പുറത്താകാതെ നിന്നു. 2020 ഏറ്റവും അധികം പന്തുകൾ എറിഞ്ഞ ഒരു മോശം റെക്കോർഡ് ഇന്ത്യൻ പേസ് ബോളർ അർഷ്ദീപ് സിംഗിന്റെ പേരിലായി. 11ാം ഓവറിൽ 7 വൈഡുകൾ ഉൾപ്പെടെ 13 പന്തുകളാണ് അർഷ്ദീപ് എറിഞ്ഞത്. പക്ഷെ അപ്പോഴും നിരാശ എന്ന് പറയുന്നത് ശുഭ്മൻ ഗില്ലിന്റെ പ്രകടനമാണ്. അദ്ദേഹം 0-ന് പുറത്തായി. സഞ്ജു സാംസൺ അവസരം കൊടുത്തില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. അണ്ടർ-19 പുരുഷന്മാരുടെ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിന് ഇന്ന് തുടക്കമാവുകയാണ്. രാവിലെ 10:30 ഇന്ത്യ UAE-യെയും പാകിസ്ഥാൻ മലേഷ്യയെയും നേരിടും. 8 ടീമുകളെ 2 ഗ്രൂപ്പുകളായി തിരിച്ചാണ് മത്സരം നടക്കുന്നത്. 19-ന് സെമിയും 21-ന് ഫൈനൽ മത്സരവും നടക്കും. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള കളി ഞായറാഴ്ചയാണ് നടക്കുക. 16-ന് ഇന്ത്യ മലേഷ്യയെ നേരിടും. നിലവിലെ ചാമ്പ്യന്മാരായ ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ, നേപ്പാൾ, ശ്രീലങ്ക ടീമുകൾ ഒരു ഗ്രൂപ്പിലാണ്. ആയുഷ് മാത്രയാണ് ഇന്ത്യയുടെ ക്യാപ്റ്റൻ. വൈഭവ് സൂര്യവംശിയാണ് ടീമിലെ പ്രധാന ആകർഷണം. ഹൈദരാബാദിൽ നിന്നുള്ള മലയാളി താരം ആരോൺ ജോർജും ഇന്ത്യൻ ടീമിലുണ്ട്. 8 തവണ ഇന്ത്യ ജേതാക്കളാണ്. കഴിഞ്ഞ 2 തവണയും ബംഗ്ലാദേശാണ് കിരീടം നേടിയത്. അല്പസമയം മുമ്പ് നടന്ന ഒരു ക്രിക്കറ്റ് മത്സരത്തിന്റെ വിശേഷത്തിലേക്കാണ്. വെസ്റ്റ് ഇൻഡീസിനെതിരായ 2ാം ക്രിക്കറ്റ് ടെസ്റ്റിലെ ന്യൂസിലൻഡിന് ജയം. 9 വിക്കറ്റിനാണ് കിവീസ് ജയിച്ചത്. ഇതോടെ 3 മത്സരങ്ങളടങ്ങിയ പരമ്പരയിൽ ന്യൂസിലൻഡ് 1-0 മുന്നിലെത്തി. 2ാം ഇന്നിംഗ്സിൽ 128 റൺസിന് വെസ്റ്റ് ഇൻഡീസിനെ പുറത്താക്കിയ ന്യൂസിലൻഡ് 1 വിക്കറ്റ് നഷ്ടത്തിലാണ് വിജയലക്ഷ്യമായ 57 റൺസ് നേടിയത്. 2 ഇന്നിംഗ്സിലുമായി 6 വിക്കറ്റ് നേടിയ ജേക്കബ് ഡഫിയാണ് കളിയിലെ താരം. ലാലിഗയിൽ ഇന്ന് പുലർച്ചെ ഒരു മത്സരമുണ്ട്. റയൽ സൊസിഡാഡ് ജിറോണയെ നേരിടും. പുലർച്ചെ 1:30 മത്സരം. 16 മത്സരങ്ങൾ കളിച്ച് 40 പോയിന്റുള്ള ബാഴ്സലോണയാണ് പോയിന്റ് പട്ടികയിൽ 1ാം സ്ഥാനത്ത്. 36 പോയിന്റുമായി റയൽ മാഡ്രിഡ് 2ാം സ്ഥാനത്തുമാണ്. കൂച്ച് ബെഹാർ ട്രോഫിയിൽ ആവേശകരമായ പോരാട്ടത്തിനൊടുവിൽ ജാർഖണ്ഡിനോട് തോൽവി വഴങ്ങി കേരളം. 6 റൺസിനായിരുന്നു കേരളത്തിന്റെ തോൽവി. 187 റൺസ് വിജയലക്ഷ്യവുമായി 2ാം ഇന്നിംഗ്സിൽ ബാറ്റിംഗിന് ഇറങ്ങിയ കേരളം 180 റൺസിന് ഓൾ ഔട്ടായി.
ആദ്യ ഇന്നിംഗ്സിൽ 127 റൺസിൻ്റെ ലീഡിൻ്റെ മുൻതൂക്കം നേടിയ ശേഷമാണ് കേരളം തോൽവി വഴങ്ങിയത്. 1 വിക്കറ്റിന് 11 റൺസ് എന്ന നിലയിലായിരുന്നു ഇന്നലെ അവസാന ദിവസം കേരളം ബാറ്റിംഗ് ആരംഭിച്ചത്. 25 റൺസ് കൂട്ടിച്ചേർക്കുന്നതിനിടെ കേരളത്തിന് 3 വിക്കറ്റ് കൂടി ഇന്നലെ നഷ്ടമായി. ജോബിൻ ജോബി 19, ദേവഗിരി 10, തോമസ് മാത്യു 5 റൺസ് എടുത്ത് പുറത്തായി. അമയ് മനോജും ഋഷികേശും ചേർന്ന് 5-ാം വിക്കറ്റിൽ 34 റൺസ് ചേർത്തു. പിന്നാലെ സഹോദരങ്ങളായ ക്യാപ്റ്റൻ മാധവ് കൃഷ്ണയും ചേർന്ന് 30 റൺസിന്റെ കൂട്ടുകെട്ട് പടുത്തുയർത്തി. 19 റൺസ് എടുത്ത് മാധവ് പുറത്താകുമ്പോൾ 8 വിക്കറ്റിന് 112 റൺസ് എന്ന നിലയിലായിരുന്നു കേരളം ഉണ്ടായത്. അതിൽ കേരളത്തിന് 6 റൺസിന്റെ വിജയത്തോടടുപ്പിച്ച് കേരളം എത്തിയെങ്കിലും 6 റൺസിന്റെ പരാജയമുണ്ടായി. അടുത്ത ഫെബ്രുവരി മുതൽ ഇന്ത്യയിലും ശ്രീലങ്കയിലുമായി നടക്കുന്ന T20 ലോകകപ്പ് ടൂർണമെന്റിന്റെ ടിക്കറ്റ് വിൽപ്പന ആരംഭിച്ചിട്ടുണ്ട്. ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലാണ് ഇത് സംബന്ധിച്ചുള്ള ഒരു അറിയിപ്പ് തന്നിരിക്കുന്നത്. ആദ്യഘട്ടത്തിലെ മത്സരങ്ങളുടെ ടിക്കറ്റ് വിൽപ്പനയാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. 100 രൂപയാണ് കുറഞ്ഞ ടിക്കറ്റ് നിരക്ക്. tickets.cricketworldcup.com എന്ന വെബ്സൈറ്റിലൂടെയാണ് ടിക്കറ്റ് സ്വന്തമാക്കാനാകുക. സ്പോൺസർമാരില്ലാതെ മുടങ്ങിയ ISL നടത്തിപ്പിൽ നിർണായക തീരുമാനം ഈ മാസം 20-നുണ്ടാകും. അത് നടക്കുന്ന AFFന്റെ വാർഷിക യോഗത്തിലാണ് ഇത് സംബന്ധിച്ചുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുക എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ISL ക്ലബ്ബുകൾ ഏറ്റെടുത്ത് നടത്താമെന്ന നിർദ്ദേശത്തോട് അനുകൂലമായി ഫെഡറേഷൻ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു. ISL ക്ലബ്ബുകളുടെ നിർദ്ദേശം ചർച്ച ചെയ്യാമെന്ന് കാണിച്ച് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ കത്തയക്കുകയും ചെയ്തു. ISL ക്ലബ്ബുകളുടെ കൺസോർഷ്യം രൂപീകരിച്ച് ലീഗ് സംഘടിപ്പിക്കാമെന്നാണ് പ്രധാന നിർദ്ദേശം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് മോഡൽ നടത്തിപ്പാണ് ക്ലബ്ബുകൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഫെഡറേഷനും ക്ലബ്ബുകളും സംയുക്തമായി ലീഗിന്റെ ചെലവ് വഹിക്കണം എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശമുള്ളത്. TV സംരക്ഷണത്തിൽ നിന്നുള്ള വരുമാനം ഉൾപ്പെടെയുള്ള സാധ്യതകൾ ഉപയോഗപ്പെടുത്തി ഈ ഫണ്ട് തിരികെ പിടിക്കാമെന്നുള്ള നിർദ്ദേശവും ഇക്കൂട്ടത്തിലുണ്ട്. AFF ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ M സത്യനാരായണൻ ക്ലബ്ബുകൾക്ക് അയച്ച കത്തിൽ ഈ നിർദ്ദേശം പരിഗണിക്കാൻ ഫെഡറേഷൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും 20-നാണ് ഇത് സംബന്ധിച്ചുള്ള ഏറ്റവും നിർണായകമായ ഒരു യോഗം നടക്കാൻ പോകുന്നത്. ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ലീഗിന് കൊൽക്കത്തയിൽ ഈ മാസം 20-ന് തുടക്കമാകും. 2 പാതകളിലായാണ് ഇത്തവണ ലീഗ് നടക്കുക. ഡിസംബർ 20 മുതൽ ജനുവരി 9 വരെയുള്ള ആദ്യ പാത മത്സരത്തിൽ 28 മത്സരങ്ങൾ ഉണ്ടാകും. കൊൽക്കത്ത നാഷണൽ സെന്റർ ഓഫ് എക്സലൻസ്, കല്യാണി മുനിസിപ്പൽ സ്റ്റേഡിയം എന്നിവിടങ്ങളിലാണ് മത്സരം നടക്കുക. 2ാം പാത മത്സരം അടുത്ത വർഷമാണ്. ഏപ്രിൽ 20 മുതൽ മെയ് 10 വരെയാണ് മത്സരം നടക്കുക. ഇംഗ്ലണ്ടിലെ ദേശീയ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ അണ്ടർ-13 വിഭാഗം ഡബിൾസിലും സിംഗിൾസിലും ചാമ്പ്യനായ ഒരു മലയാളി താരത്തെക്കുറിച്ചുള്ള ഒരു വിശേഷമാണ്. വിഹാൻ നായർ. തിരുവനന്തപുരം സ്വദേശിയായ വിഹാൻ ബാഡ്മിന്റൺ ഇംഗ്ലണ്ട് സംഘടിപ്പിച്ച ഇംഗ്ലീഷ് നാഷണൽ ബാഡ്മിന്റണിലാണ് ഇരട്ട കിരീടം നേടിയത്. സിംഗിൾസ് ഫൈനലിൽ തമിഴ്നാട് സ്വദേശിയായ അമിതേഷ് പുരുഷോത്തമനെയാണ് വിഹാൻ തോൽപ്പിച്ചത്. സ്കോർ 21-18, 21-14. ഡബിൾസ് ഫൈനലിൽ വിഹാൻ ജമീൻ ചുങ് സഖ്യം അമിതേഷ് ഈച്ചൻ ലീ കൂട്ടുകെട്ടിനെ കീഴടക്കി. IT എഞ്ചിനീയറായ കുമാരപുരം കോയിക്കൽ സ്വദേശി V രാജശേഖരന്റെയും രശ്മി സതീഷിന്റെയും മകനാണ് വിഹാൻ. 4 മാസം മുതൽ പ്രായമുള്ളപ്പോൾ വിഹാൻ ഇംഗ്ലണ്ടിലാണ്.